ദേ ഒരു പ്രസംഗം ഞാൻ കേൾപ്പിക്കാം, അതിൻ്റെ ചില ഏതാനും വരികൾ. ഫാത്തിമ ബീവിയതാ മരണപ്പെടാൻ കിടക്കുകയാ. സക്കറാത്തിന്റെ ഹാലിന്റെ സമയത്ത് ഫാത്തിമ ബീവിയുണ്ടല്ലോ, അലിയാര് തങ്ങളെ മടിയിൽ കിടക്കുകയാ. അലിയാര് തങ്ങളോട് പറയുകയാ, അലിയേ ഞാനെങ്ങാനും മരിച്ചു കഴിഞ്ഞാൽ എന്റെ കബറുണ്ടല്ലോ രാത്രി അടക്കിയാൽ മതി അലിയേ. ഞാനെങ്ങാനും വിട പറഞ്ഞു പോയാൽ ഈ ഫാത്തിമയുടെ ജനാസയുണ്ടല്ലോ പകലടക്കാൻ പാടില്ല. ജനാസയുണ്ടല്ലോ പാതിരാത്രിയിൽ അടക്കിയാൽ മതി അലിയേ. അലിയാര് തങ്ങൾ ചോദിക്കുകയാ, എന്താണ് കാരണമറിയോ? ഫാത്തിമ ബീവിയതാ അലിയാര് തങ്ങളോട് പറയുകയാ, പകൽ സമയത്തിന്റെ ജനാസ കൊണ്ടുപോയാൽ, പകൽ സമയത്തിന്റെ ജനാസയുണ്ടല്ലോ, കഫം വിടവയിൽ പൊതിഞ്ഞ ജനാസയുണ്ടല്ലോ, പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോയാൽ അന്യപുരുഷന്മാർ കാണുമല്ലോ. പാതിരാത്രിയില് എന്നേതാ കബറടക്കിയാൽ ഒരാളും കാണൂലോ, ഒരാളും എന്റെ ശരീരം അറിയൂലോ, എന്റെ ശരീരത്തിന്റെ വർണ്ണന അറിയൂല. അതുകൊണ്ട് അലിയേ എന്റെ ജനാസയുണ്ടല്ലോ പകലടക്കാൻ പാടില്ല എന്ന് പറയുമ്പോ റസൂലുള്ളാഹിയുടെ പൊന്നുമോള് ഫാത്തിമയുടെ ജീവിതമുണ്ടല്ലോ, അലിയാര് തങ്ങളുടെ ജീവിതമുണ്ടല്ലോ, ഖദീജ ബീവിയുടെ ജീവിതമുണ്ടല്ലോ, ആയിഷ ബീവിയുടെ ജീവിതമുണ്ടല്ലോ, ഉസ്മാൻ തങ്ങളുടെ ജീവിതമുണ്ടല്ലോ, ഉമർ തങ്ങളുടെ ജീവിതമുണ്ടല്ലോ. അല്ലാഹുവിനെ ഭയന്നുകൊണ്ട്, അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട്, അല്ലാഹുവിന്റെ തൃപ്തിയില്, അല്ലാഹുവിന്റെ പൊരുത്തത്തില് ജീവിച്ചവരാ. കേട്ടല്ലോ, ഇത് മതപ്രഭാഷണ ശൈലിയിലെ ഒരു സവിശേഷമായ ശൈലിയാണ്. ഇതിൻ്റെ കണ്ടൻറ്റ് വളരെ ലളിത സുന്ദരമാണ്. ഇത്രയും നേരം നിങ്ങൾ കേട്ട കാര്യത്തെ വളരെ ലളിതമായി പറഞ്ഞാൽ, അലിയാര് തങ്ങളോട് അദ്ദേഹത്തിൻ്റെ ഭാര്യ പറയുകയാണ്, എന്നെ മരണപ്പെട്ടാൽ രാത്രിയിൽ കബറടക്കുന്നതാണ് എനിക്ക് താല്പര്യം. ഇത്രയുമാണ് പറഞ്ഞത്. അതിൻ്റെ ഒരു അവതരണമാണ്. ഈ ഉസ്താദിനും ഭയങ്കര സ്ട്രെയിനായി കാണും, കേട്ടവർക്ക് അതിനേക്കാളും സ്ട്രെയിനായി കാണും. ഞാനതിനെക്കുറിച്ചല്ല പറയാൻ വന്നത്. നമ്മൾ ഇത്തരം ചില പരമ്പരാഗതമായ കണ്ടൻറ്റുമായിട്ടാണ് ഈ മതപ്രഭാഷണ പരമ്പരകൾ നമ്മുടെ മുന്നോട്ട് സഞ്ചരിക്കുന്നത്. ഇത് നമ്മൾ പറയുന്നത്, ഇത് കേൾക്കുന്ന ഒരു കൗമുണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് കേൾക്കാനായിരുന്ന കുറച്ച് സ്ത്രീകൾ, കുറച്ച് പ്രായമായവർ, ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പുതിയ നിർമ്മിത ബുദ്ധിയുടെ കാലത്ത്, പുതിയ നോളജ് ബേസ്ഡ് സൊസൈറ്റിയുടെ കാലത്ത്, ഈ കമ്മ്യൂണിറ്റിയിലെ വളരെ എഡ്യൂക്കേറ്റഡായിട്ട് വളർന്നു വരുന്ന ചെറുപ്പക്കാരെയും മധ്യവയസ്കരെയും അടക്കം ഈ പറയുന്ന ഒരു ചാക്രികമായ മതപരമായ ബന്ധങ്ങൾക്കകത്ത് കൊണ്ടുവരുന്നതിന് വേണ്ടി വരുന്ന ഒരു കണ്ടൻറ്റും ഒരു ശൈലിയും അത് രൂപപ്പെടുത്തുന്നതിന് വേണ്ടി ഈ ഓരോ സംഘടനകളും അതിൻ്റെ ആളുകളും യഥാർത്ഥത്തിൽ ഹോംവർക്ക് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ മുജാഹിദ് സംഘടനയിൽ പെട്ടവർ ചിലർ പറയും, ഞങ്ങളങ്ങനെ സ്റ്റുഡൻസ് കോൺഫറൻസ് നടത്താറുണ്ട്, അതൊക്കെ നടത്താറുണ്ടെന്ന് പറയും. സുന്നിയിൽപ്പെട്ടവരും പറയാറുണ്ട്. സത്യം പറഞ്ഞാൽ ഇതൊക്കെ പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെല്ലാത്തിലും സാധാരണ മാർക്കറ്റിങ്ങിൽ നമ്മൾ റീച്ച് എന്നൊക്കെ പറഞ്ഞൊരു സ്റ്റഡി നടത്താറുണ്ട്. നമ്മുടെ റീച്ച് എത്ര പെർസെൻ്റാണ്, നമുക്ക് ഈ സൊസൈറ്റിയിൽ എത്ര പെർസെൻറ്റോളം എത്താൻ പറ്റിയിട്ടുണ്ട്, ഒരു മഹലിൽ എത്ര വീടുകളിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ആ വീടുകളെ സംബന്ധിച്ചുള്ള എന്ത് ധാരണ നമുക്കുണ്ട്. ഇപ്പോഴത്തെ ഒരു കാലം എന്താണെന്ന് ചോദിച്ചാൽ, ഈ MDMA-യും മയക്കുമരുന്നും അത്തരം കാര്യങ്ങളുമൊക്കെ പിടിച്ച് റിപ്പോർട്ട് ചെയ്യുമ്പോൾ പലരും മൂക്കത്ത് വിരൽ വെച്ച് ചോദിക്കുന്നത്, അയ്യോ ഇത് ഞങ്ങളുടെ സ്ഥലത്താണ്, ഞങ്ങളുടെ സ്ഥലത്ത് എവിടെയാണെന്ന് നോക്കട്ടെ, ചോദിക്കട്ടെ എന്നാണ് പറയുന്നത്. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു വാർത്ത കാണുമ്പോൾ അതിൻ്റെ വാസ്തവം അറിയാൻ വേണ്ടി ആ മഹലിലേക്കോ അല്ലെങ്കിൽ അവിടേക്കോ വിളിച്ചാൽ അവർക്ക് പോലും ഈ കേട്ട വാർത്തയ്ക്കപ്പുറം ആ പ്രദേശത്തിനെ സംബന്ധിച്ചോ ആ സംഗതിയെ സംബന്ധിച്ചോ യാതൊരു റീച്ചുമില്ലാത്ത സ്ഥിതിവിശേഷമുണ്ട്. നമ്മുടെ കണ്ടൻറ്റ് ഇമ്പ്രൂവ് ചെയ്ത് ഈ കാലത്തിന് യോഗ്യമാം വിധം, സ്വീകാര്യമാം വിധം, അതിനുചിതമായ സമൂഹം അതിന് നേതൃത്വം നൽകി രംഗത്തിറങ്ങി ഈ പറയുന്ന പ്രഭാഷണ പരമ്പരകളെ ധനസമ്പാദനത്തിനും അല്ലെങ്കിൽ അത്തരമുള്ള മാർഗത്തിനായി മാത്രം ഉപയോഗിക്കാതെ, മാത്രം എന്ന് ഞാൻ അടിവരയിട്ട് പറയുന്നു. കാരണം സ്വാഭാവികമായി ഇത് കൊണ്ടു നടക്കുന്നവർക്ക് ജീവിക്കാൻ വരുമാനം വേണം, അവർക്ക് അവരുടെ കുടുംബം കഴിയണം, ഇതൊക്കെ കഴിയണം. പക്ഷേ അത് മാത്രമാകരുത്. കുറച്ചൊരാത്മാർത്ഥത ഈ കേൾക്കുന്ന ടാർഗറ്റ് ഓഡിയൻസിനോട് ഉണ്ടാവണം. അവിടെ പോയിരിക്കുമ്പോൾ ഈ ഞാൻ പറഞ്ഞതുപോലെ വെറുതെ കള്ളങ്ങളും വിരോധവും
അത്തരം കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നതിന് പകരം വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് കണ്ടൻസ്, ഇപ്പോൾ ഖുർആനിലെ മനഃശാസ്ത്രം, ഖുർആനിലെ ശാസ്ത്രം, അല്ലെങ്കിൽ ഖുർആനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലെ അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് പറയാനും പറഞ്ഞു കൊടുക്കാനുമുള്ള ഒരു താല്പര്യം കാണിക്കേണ്ടത് ആവശ്യമാണ്. ഈ നോമ്പ് മാസവുമായി എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ചിന്ത പങ്കുവെച്ചു എന്നേ ഉള്ളൂ. ഇനി ഇതിനാരും വന്ന് തെറി വിളിക്കുകയോ പൊങ്കാലയിടുകയോ ചെയ്യേണ്ട.